വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട. പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ദൃശ്യമാകും. സാമ്പത്തികമായിട്ട് ഉയർച്ചയ്ക്കുള്ള യോഗമുണ്ട്. പുതിയ ബിസിനസ് വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പുതിയ പാർട്ട്ണർഷിപ്പ് വരാം. പല സഹായവും പല ദിക്കിൽ നിന്നും വരാനുള്ള യോഗമുണ്ട്. ചിട്ടിയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള യോഗം. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ പുതിയ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ഭാഗ്യവുമൊക്കെ കാണുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അവിചാരിതമായിട്ടുള്ളൊരു പരിചയം ഉയർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുവാനുള്ള ഒരു യോഗവുമൊക്കെ കാണുന്നുണ്ട്. ചൊവ്വാപ്രീതി വരുത്തിക്കോളൂ, പ്രയാസങ്ങൾ നീങ്ങും. ചൊവ്വാഴ്ച ദേവീക്ഷേത്ര ദർശനം, ദുർഗാക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. ദിവസവും ദുർഗാ സ്തോത്രം കൂടി ജപിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരിക്കുക. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദൂരയാത്ര, അസമയത്തുള്ള യാത്ര ഇവയൊക്കെ ഒഴിവാക്കണം. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വിവാഹ കാര്യങ്ങളിൽ ഒരു ഈസി ആറ്റിറ്റ്യൂഡായിരുന്നു. അതായത് നമുക്ക് നോക്കാം എന്നൊക്കെയുള്ളൊരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹ കാര്യങ്ങൾ പലതും ഒക്കെ അങ്ങോട്ട് മുടങ്ങിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ തടസ്സപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് കാണുന്നത്. മനസ്സിൽ ശക്തമായിട്ടുള്ള തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ്, പ്രത്യേകിച്ചും ബിസിനസ്സിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സൊക്കെ വിജയിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ സൗഹൃദം കൊണ്ട് പ്രയാസങ്ങൾ വരാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കുടുംബത്തിലും അതുപോലെ അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും വേറെ നല്ലത്. വിവാഹ നിശ്ചയത്തിന് മറ്റൊരു വാരത്തിലേക്ക് അത് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. വിവാഹം നിശ്ചയിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ജാതകപ്പൊരുത്തം മാത്രമല്ല, സാംസ്കാരികമായിട്ട് തുല്യതയുണ്ടോ എന്നൊക്കെ നോക്കി വേണം കാര്യങ്ങൾ ഉറപ്പിക്കാൻ. കാരണം അത്ര ദൈവാധീനമുള്ള സമയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. വിനോദത്തിന് സമയം കുറച്ച്, പഠന കാര്യങ്ങൾക്ക് കൂടുതൽ സമയം നൽകുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. അതുപോലെ പുതിയ ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങൾ അവൈൽ ചെയ്യുവാൻ പറ്റിയൊരു സമയമല്ല എന്നും അറിഞ്ഞോളൂ. വ്യാഴാഴ്ച വ്രതമെടുത്ത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്യാഴന് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതുകൊണ്ടും വ്യാഴസ്തോത്രം ജപിക്കുന്നതുകൊണ്ടും എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. സന്തോഷമായിട്ടിരിക്കുക. മകരം രാശി ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ഭേദപ്പെട്ട കാലമാണ്. ആവശ്യത്തിന് പണമൊക്കെ വന്നിട്ടുണ്ട്. ബാധ്യതകളുള്ളവർക്ക്, കടമൊക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യവും വന്നതായിട്ടാണ് കാണുന്നത്. ഇത് മാത്രമല്ല, വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ യോഗമുള്ള സമയമാണ്. വളരെ കാലമായിട്ട് വിവാഹ കാര്യങ്ങളിൽ തടസ്സമുണ്ടായിരുന്നവർക്ക് വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയും എന്നുള്ള കാര്യം അറിയാം. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്കും നേട്ടങ്ങൾ തന്നെയാണ് ഈ വാരം കാണുന്നത് എന്നുള്ള കാര്യം അറിയുക. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിച്ച് ജോലി ലഭിക്കുവാൻ ഭാഗ്യമുണ്ട്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിക്കോ വാർത്ത കേൾക്കുവാനോ ഉള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിയാം. ഗണപതി പ്രീതി അത്യാവശ്യം വരുത്തണം. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുന്നതും ദിവസവും വണങ്ങാ, ദിവസവും ഗണേശ സ്തോത്രം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. സന്തോഷമായിട്ടിരിക്കുക. കുംഭം രാശി അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. അവിചാരിതമായിട്ട് കുറച്ച് പണമൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാധ്യതകൾ ഈ പണം കൊണ്ട് കുറയ്ക്കുവാൻ ശ്രമിക്കുക. വീണ്ടും ആഡംബരങ്ങളിലേക്ക് പോകാനുള്ള താല്പര്യം വന്നു ചേരുന്ന ഒരു സമയമാണ്. പിന്നീട് നമുക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകാം എന്നുള്ളതുകൊണ്ട് പണം നിയന്ത്രിച്ച് ചിലവാക്കി പഴയ ബാധ്യതകളൊക്കെ കുറച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യം. പുതിയ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എൻജിനീയേഴ്സ്, ബിസിനസ് എക്സിക്യൂട്ടീവ്സ് അവർക്കൊക്കെ അർഹിക്കുന്ന രീതിയിലുള്ള ജോലിയും ഒരു സ്ഥാനവുമൊക്കെ ലഭിക്കുവാൻ അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സിനും ഭാഗ്യമുള്ള സമയമാണ്. അധിക പണച്ചെലവും വാഹനത്തിന് റിപ്പയർ വർക്കും വരാം. എന്ന് മാത്രമല്ല, ഗൃഹത്തിൽ അവിചാരിതമായിട്ട് ചിലവ് വേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഈ വാരം കാണുന്നു. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി വ്യാഴപ്രീതി വരുത്തുക.
നടത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴന് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. വ്യാഴാഴ്ച വ്രതമെടുത്ത് എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. സന്തോഷമായിട്ടിരിക്കുക. മീനം രാശി, പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി. അവിചാരിതമായിട്ട് യാത്രകൾ ഉണ്ടാകാം എന്നുള്ളതാണ്. യാത്രകൾ കൊണ്ട് ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഫിലിം, TV രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ചാൻസസ്, ഫെയിം, പേര് ഒക്കെ ലഭിക്കാനും കൂടുതൽ പണം ലഭിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് സാമ്പത്തിക നേട്ടം, അവർക്ക് വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമൊക്കെ വരുവാനും, സ്വന്തമായിട്ട് വീടോ ഫ്ലാറ്റോ ഒക്കെ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാനും, വാഹനമൊന്ന് മോടി പിടിപ്പിക്കുവാനും സമയം കണ്ടെത്തുന്ന, ചിന്തിക്കുന്ന ഒരു കാലമാണ് അല്ലെങ്കിൽ വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. പുതിയ ജോലിക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. പുതിയ ജോലിക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുവാനോ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സൊക്കെ വന്നു ചേരുവാനോ ഉള്ള ഭാഗ്യവും ഈ വാരം കാണുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. വിവാഹ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നുണ്ട്. തടസ്സങ്ങൾ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിക്ക് ഒരു നാളികേരം നിവേദിച്ച ദിവസവും ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. സന്തോഷമായിട്ടിരിക്കുക. ഇനി മെയിൽസാണ്. ആദ്യത്തെ മെയിൽ മിസ്സസ് ജൂലിയ നോർ, ഗോവ എന്നാണ്. കത്ത് ഇംഗ്ലീഷിലാണ്. വാട്ട് ഈസ് മൈ സ്റ്റാർ ആൻഡ് രാശി? ഐ വാസ് ഡൂയിങ് ടെക്സ്റ്റൈൽ ആൻഡ് എ റെസ്റ്റോറൻറ്റ് ബിസിനസ്, നോട്ട് ഗോയിങ് വെൽ ഫോർ ദ ലാസ്റ്റ് 4 years. What am I to do? Your Rashi is Kumbham Rashi. That is Aquarius Rashi, Aquarius moon sign, and your Nakshatram is Shatabhisha or Chadayam Nakshatram. You are not running a good period because you are having the time of the 7.5 year period of Saturn or Edada Shanikalam, and naturally your business might have gone dull, and this is the time when you can do minor investments and your business will come back to life and you will earn more in future. From 2027 last 3 months onwards, things will be better, and in 2028 you will find yourself in a very good position. Be happy and confident. ശ്രീ മനു പ്രസാദ്, 46 വയസ്സ്, മകം നക്ഷത്രം, നാഗർകോവിലാണ്. വിഭാര്യനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വിവാഹമുണ്ടോ? പ്രൈവറ്റ് ജോലിയാണ്. വീട്ടിൽ സാമ്പത്തികമൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. വിവാഹത്തിന് യോഗമുണ്ട്. ചൊവ്വാദോഷം, ചെറിയൊരു ചൊവ്വാദോഷം ഉള്ളതുകൊണ്ടാണ് വിവാഹ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നഷ്ടമുണ്ടായത് എന്നുള്ള കാര്യം അറിയാം. വിഷമിക്കാനൊന്നും തന്നെയില്ല. നല്ലൊരു വിവാഹബന്ധം ലഭിക്കും. എന്ന് മാത്രമല്ല സന്തതിക്ക് യോഗവും ജാതകത്തിലുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. മകൻ നക്ഷത്രമായതുകൊണ്ട് ഇപ്പം അത്ര നല്ല സമയമല്ല. വിവാഹ കാര്യങ്ങൾ ചിന്തിക്കാവുന്ന സമയമാണ്, എന്നാലും ചിന്തിക്കാവുന്ന സമയമാണ്. കാരണം ദശാപഹാരങ്ങൾ നല്ലതാണ്. നല്ലൊരു വിവാഹം തന്നെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയുക. എന്നാലും പൊതുവെ 2 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു കാലം കാണുന്നത് എന്നോർത്തിരിക്കുക. ഇപ്പോൾ തിങ്കളാഴ്ച വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. സന്തോഷമായിട്ടിരിക്കുക. കുമാരി നീനു പ്രകാശ്, കൊച്ചിൻ, രോഹിണി, 20 വയസ്സ്, വിച്ച് സബ്ജക്റ്റ് ആണ്? BA കഴിഞ്ഞു. രോഹിണി നക്ഷത്രമാണ്. ഈ ജാതകം അനുസരിച്ച് വളരെ ഭാവനയുള്ള കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീൽഡായിരിക്കും നല്ലത്. യു ക്യാൻ ട്രൈ ഇൻ ദി ഫീൽഡ് ഓഫ് ഫാഷൻ ഡിസൈനിങ്, അതുപോലെ മീഡിയ പ്രൊഡക്ഷൻ. ഇതൊക്കെ വളരെ ഐഡിയൽ ഏരിയാസാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് നല്ലതാണ്. നല്ലൊരു സ്ഥിതിയിലെത്താനുള്ള ഭാഗ്യമുണ്ട്. സന്തോഷമായിരിക്കും. ശ്രീമതി ശങ്കരി അമ്മ, മാവേലിക്കര, മകൾ ഗൾഫിലാണ്. 35 വയസ്സായി, മൂലം നക്ഷത്രം. വിവാഹം നടന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ശരിക്കും വിവാഹത്തിന് തിരക്കേടില്ലാത്ത കാലമായിരുന്നു. വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത വർഷം 2027 അവസാനം മുതൽ വിവാഹകാലമാണ്. 2028 മധ്യത്തിന് മുമ്പ് വിവാഹം നടക്കുവാനാണ് യോഗം. ശനിബന്ധമുണ്ട് 7ാം ഭാവത്തിൽ. അതുകൊണ്ട് വിവാഹത്തിൽ താല്പര്യമില്ല എന്നൊക്കെ പറയും. മാത്രമല്ല വിവാഹം നടക്കാനുള്ള സാധ്യതയും തൽക്കാലം
അല്പം ഒന്ന് കുറവാണ്, എന്നാൽ നല്ല വിവാഹബന്ധം വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതാണ് പരിഹാരം. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. സന്തോഷമായിട്ടിരിക്കുക. ഇന്നത്തെ നക്ഷത്ര ഫലം പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പ്രോഗ്രാമിലേക്ക് ഇമെയിൽ അയക്കാം. ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ചോദ്യം വളരെ വ്യക്തമായിരിക്കണം. മറുപടി ഈ പ്രോഗ്രാമിലൂടെ ലഭിക്കും എന്നുള്ള കാര്യം അറിയാം. സന്തോഷമായിരിക്കും. എല്ലാ മാന്യപ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.